ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അതായത് അവര് നൈറ്റ് സമയങ്ങളിൽ, രാത്രി സമയങ്ങളിലൊക്കെ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ റിലേഷൻഷിപ്പിൽ റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഇതൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 6 ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. 2 ഓഫ് വാൻഡ്സ്, 2 ഓഫ് പെന്റക്കിൾസ്, magician, 6 of pentacles, justice, king of cups, 2 of cups, page of swords, ace of swords, high priestess, 7 of pentacles, 3 of wands, 7 of swords, 10 of swords, judgment, 9 of cups, 5 of pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് wands ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയാം. ഇവര് ഏത് രീതിയിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നവരും ആണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കരമായൊരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം, ഒറ്റപ്പെടല്, ഇതെല്ലാം ഭയങ്കരമായിട്ടൊരു വേദന ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമുക്കിവിടെ കണക്ട് ആവുന്നത് ഇവർക്ക് ഫിസിക്കലി ഒക്കെ ആരോഗ്യപരമായിട്ടൊക്കെ ഇവർ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നപ്പോ അത് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒരു വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു സമയം തന്നെ ആയിരുന്നിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു കെയറിങ് ഒക്കെ വേണമെന്ന് ഭയങ്കരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിയിരിക്കുന്നത് തന്നെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അപ്പോൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയങ്ങളിൽ പകല് ചിലപ്പോൾ അവർ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, അവരുടെ ഫാമിലി അവരുടെ കൂടെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു രാത്രി സമയം എന്ന് പറയുന്നതാണ് അവരുടെ ആ ഒരു ഒറ്റക്കുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു late night thoughts എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് സമയങ്ങളോളം ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സംസാരിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരിട്ട് ഒരുമിച്ച് ജീവിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം നിങ്ങളുടേതായ നല്ല നല്ല moments ഒക്കെ നിങ്ങൾ create ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ ഒരു വ്യക്തിയിൽ ഒരുപാട് ഒരു നഷ്ടബോധം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവര് തന്നെയാണോ ആ ഒരു സാഹചര്യം ഇത്രത്തോളം ആക്കി കളഞ്ഞത്? എന്നുവെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇത്രത്തോളം ആക്കി കളയാനുള്ള കാരണം ഇവരാണോ എന്നുള്ളത് ഇവരുടെ ഹൃദയത്തിലേക്ക് തന്നെ ഇവർ നോക്കി തിരിച്ചറിയുന്നുണ്ട്. അതിൽ അവരൊരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഒരു മാറ്റമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ഇവർ എത്രത്തോളം സ്പീഡിലാണോ ഓടി മാറി പോയിരിക്കുന്നത് അത്രത്തോളം സ്പീഡിൽ അവർ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു പ്രണയം, അതുപോലെ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഒക്കെ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്.
അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ചേർക്കണമെന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്രത്തോളം ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ സ്നേഹം എത്രയും വേഗം നിങ്ങളിലേക്ക് നൽകണം എന്നുള്ള ചിന്തകളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുന്ന ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു നൈറ്റ് തോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ഫോണിലൂടെയൊക്കെ ആണെങ്കിൽ പോലും സംസാരിച്ചൊക്കെ ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയറിങ്, സപ്പോർട്ട്, അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്നേഹം, ആ ഒരു റൊമാൻറ്റിക് ഫീൽ ഒക്കെ ഇവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും 2 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇവർ ഈ ഒരു നൈറ്റ് ടൈം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു രാത്രി കാലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ അവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് അവർ മുന്നോട്ടേക്ക് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ആ ഒരു കംഫർട്ട് സോണിൽ പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് യാത്രകളോ കാര്യങ്ങളോ ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഒറ്റയ്ക്ക് പോകുന്ന ആ ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആ ഒരു സ്ഥലമൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടേതായ നല്ല നല്ല മെമ്മറീസ് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഇവർക്കൊരു ഭയങ്കരമായ ഒരു കുറ്റബോധം അതുപോലെ നിങ്ങളുടെ ആബ്സെൻസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ആ ഒരു ലൈഫിൽ അവരുടെ ആ ഒരു ലൈഫിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവരോട് തന്നെ ഒരു പുച്ഛം തോന്നുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ അവരിപ്പോ ഈ മിസ് ചെയ്യുന്ന അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അവർ നിങ്ങളോട് പ്രവർത്തിച്ച രീതികൾ എന്നുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു നൈറ്റ് ടൈമിലൊക്കെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിരന്തരമായിട്ട് അവരുടെ എനർജിയിലേക്ക് പ്രത്യേകിച്ച് ഈ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വേണമെന്ന് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ അവരുടെ സ്നേഹം അവർ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളിൽ നിന്ന് നിഷേധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് നൽകണമെന്നും നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കേണ്ടിയിരുന്ന സമയങ്ങളിലൊന്നും അവർക്കതിന് സാധിച്ചിരുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ പോയത് എന്നൊക്കെ ഇവർ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ തെറ്റുകൾ ഇവർ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. അവർ ചെയ്തു പോയിരുന്ന കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഓർത്തെടുത്ത് റിമൈൻഡ് ചെയ്യാണ്. ആ ഓരോ പോയിന്റിലും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഭയങ്കരമായിട്ട് ആലോചിക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളോട് നീതിപൂർവ്വം അല്ല അവർ നിന്നിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു നീതി നിങ്ങൾക്ക് നൽകണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം അവരിപ്പോ ലൈഫിൽ ആ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ പോലും അവരത് ഫേസ് ചെയ്യുന്ന ഒരു സമയം ആയിരിക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസും നിങ്ങളുടെ ആ ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെ ഭയങ്കരമായിട്ട് കൊതിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളിപ്പോ നേരിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടായിരിക്കും. മുന്നോട്ടേക്ക് വരുംതോറും നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയ ആ ഒരു സമയം ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫിസിക്കലി ആയിട്ട് ഉള്ള ആ ഒരു അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു ലുക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇവരിലേക്ക് ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ കാര്യങ്ങൾ എല്ലാം വന്ന് നിന്ന വ്യക്തികളായ നിങ്ങൾ ഇപ്പൊ ആ ഒരു അഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നുമില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യം ആണെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളുടേതായ ആ ഒരു പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സുരുകിയുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ പേഴ്സണൽ ചിന്തകളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ എനർജിയിൽ വേരിയേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അവർ മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ആരോടൊക്കെയാണ് ഇടപഴകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലിട്ട് ഇങ്ങനെ പകൽ സമയങ്ങളിൽ ഇരുന്നിട്ട് രാത്രി സമയങ്ങളിലാണ് ഇവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ അവരെ വിട്ടു പോയിട്ടുണ്ടോ, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ആരാണ്, ഇവരല്ലാതെ മറ്റാരെങ്കിലുമായിട്ട് നിങ്ങൾ ഇപ്പൊ എൻഗേജ്ഡ് ആണോ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും
ഒരു വൈകാരികപരമായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷെ ബുദ്ധിപൂർവ്വം ആയിരിക്കണം അത് എന്നും ആലോചിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം എന്ന് ഇവര് ചിന്തിക്കാൻ കാരണം ഒരുപക്ഷെ ഇവരായിട്ടായിരിക്കുമല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് എങ്ങനെയാ വരിക എന്നൊരു ചിന്തകൾ കൊണ്ടാണ് ബുദ്ധിപൂർവ്വം ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി ആ ഒരു രീതിയിൽ നിങ്ങളെ connect ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവര് physically ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം struggle ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ contact ചെയ്യുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരോട് ആ ഒരു sympathy അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ തോന്നും എന്നുള്ള ഒരു ചിന്ത ആയിരിക്കാം നിങ്ങളുടെ person ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാൻ കാരണം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും situation എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും സ്വന്തം intuition അനുസരിച്ച് പ്രവർത്തിക്കണം. എന്ന് വെച്ചാൽ അവരുടെ intuition, അവരുടെ മനസ്സ് അവരോട് ഈ ഒരു സമയത്ത് പറയുന്നത് നിങ്ങളുടെ relationship ൽ ഒരു clarity കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു relationship ന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, നീതിപൂർവ്വം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവരുടെ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് ഈ ഒരു relationship ൽ ഒരു പുനർജന്മം ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നീതിപൂർവ്വം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നവരാണ്. അത് മാത്രവുമല്ല നിങ്ങളുടെ person ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇവരായിട്ട് തന്നെ കൂടുതൽ effort എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ relationship ൽ ഏറ്റവും കൂടുതൽ effort എടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർ അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു സമയത്ത് ഇവർ efforts കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ പോകെ പോകെ നിങ്ങളുടെ ബന്ധത്തിൽ ഇവര് കൂടുതലായിട്ട് ഒരു effort എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പൊ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ ബന്ധം മാറ്റാനും വീണ്ടും നിങ്ങളുമായിട്ട് ആ ഒരു connection കൊണ്ടുവരാനും ഇവരുടെ ആ ഒരു മനസ്സിലുള്ള feelings, ആ ഒരു സ്നേഹം അതെല്ലാം നിങ്ങളിലേക്ക് express ചെയ്ത് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഒരു soul connection, പരസ്പര സ്നേഹത്തിന്റെ ആ ഒരു connection build ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണ്. വളരെ strong ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ person നിങ്ങളെ attract ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ energy യിലേക്ക്. എത്ര risk എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ വ്യക്തിയിൽ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ഇതിവര് night സമയത്താണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും ഇവരൊരു ഉറച്ച തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ രാത്രിയിൽ വരുന്ന ഒരു തോന്നൽ മാത്രമല്ല, രാത്രിയിലാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവരെ തന്നെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറണം, ചിന്തിക്കണം എന്നൊക്കെ ഒരു thought ഇവരുടെ മൈൻഡിലേക്ക് വരുന്നത്. അതുപോലെ ഇവര് നിങ്ങളെ chase ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ മറ്റാരോടെങ്കിലും മിണ്ടുന്നതോ കാര്യങ്ങളോ ഒക്കെ കാണുമ്പോൾ ഇവർക്ക് ഒരു confusion ഉണ്ടെങ്കിൽ പോലും അതേ സമയത്ത് തന്നെ ഇവരുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടെ വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹം അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. എന്തൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരെ പൂർണ്ണമായിട്ട് മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ person എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ relationship ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു നല്ല നല്ല moments ൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ gift ഓ കാര്യങ്ങളോ അതുപോലെ നിങ്ങൾ ഒരുമിച്ച് photos ഓ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളുടെ person ആ ഒരു photos കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ ചിലവരുടെ energy ൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം, ജീവിച്ചിരുന്ന വ്യക്തികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് spend ചെയ്യുക, life ൽ husband and wife ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു living ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, അതായത് അവർ food കഴിക്കുന്ന സമയം ആയിക്കൊള്ളട്ടെ, അവര് social media അല്ലെങ്കിൽ TV കാണുന്ന സമയം ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ ആ ഒരു presence ഭയങ്കരമായിട്ട് അവിടെ ആഗ്രഹിക്കുന്നുണ്ട്, feel ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു presence അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്രത്തോളം ഒരു addiction, അതായത് നിങ്ങൾക്ക് ഇവരിലേക്ക് എത്രത്തോളം addiction ആണോ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്, ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് അതേ addiction നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വീണ്ടെടുക്കണം എന്നൊരു ചിന്ത ഈ ഒരു സമയത്ത് വളരെ strong ആയിട്ട് അവരുടെ energy യിലേക്ക് വരുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും വീണ്ടെടുക്കണം അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇതുവരെ അവരുടേതായ ഒരു comfort zone ൽ നിന്നിട്ട് നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ വേണോ വേണ്ടയോന്നോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു commitment ഓ കാര്യങ്ങളോ ഒന്നും തരാതെ അങ്ങനെയൊക്കെ ആടിക്കളിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു separation stage ൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു less contact അല്ല, ഒരു separation stage ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവർ prayer കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അവരുടെ life ലേക്ക് കടന്നു വരണമെന്നും ആ ഒരു പഴയ കാലത്ത് നിങ്ങളുടെ relationship എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ ആ ഒരു പഴയ കാലം പോലെ തന്നെ വീണ്ടും relationship ൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. വളരെ surprise ആയിട്ടൊക്കെ
നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തികളുടെയൊക്കെ എനർജിയും നമുക്കിവിടെ കണക്ട് ആവുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണോട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഇവർ നടത്തി തന്നിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഇപ്പൊ അവർ ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന രീതിയിൽ ആ ഒരു ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നൽകി നിങ്ങൾക്കൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ നൽകി അതോടൊപ്പം നിങ്ങളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കണം. കാരണം ഇപ്പൊ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് അവർക്ക് ആ ഒരു വാല്യൂ മനസ്സിലാകുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയില്ല, നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ ഇല്ലാതെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ ജീവിതം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലൂടെ ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പൊ അത്രത്തോളം ഒരു പെയിനിലാണ് അവരിപ്പോ നിൽക്കുന്നത്. അതെല്ലാം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ കുറ്റബോധം ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കൂടെ ഇല്ലാത്ത ഈ ഒരു എനർജി എല്ലാം കൊണ്ടും ഒരു ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകണം. അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെ നിങ്ങൾക്ക് നൽകണം. അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു genuine ആയിട്ടുള്ള pure ആയിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകാനും അതുപോലെ നിങ്ങൾ ഇതുവരെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം അത് എത്രത്തോളം ഒരു genuine ആയിട്ടുണ്ടായിരുന്നതാണോ അത് അതുപോലെ തന്നെ ഒരു കളങ്കമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അങ്ങനെ തന്നെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ് മനസ്സുകൊണ്ട്. അത്രയും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഭയങ്കരമായ ഒരു മിസ്സിംഗ് ഫീൽ എല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് നിങ്ങളിലേക്ക് ഒരു ആകർഷണം തോന്നുന്നുണ്ട്, ഒരു അഡിക്ഷൻ തോന്നുന്നുണ്ട്. അഡിക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല. ഇവിടെ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായ ഒരു ഫിസിക്കലി അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് ആത്മാർത്ഥമായി ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങളോട് വരുന്നത്. നിങ്ങൾ കൂടെ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നവരെന്ന് പറയുന്നത് നിങ്ങൾ രാത്രി സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനി അല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവർ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കൊള്ളട്ടെ, അല്ല ലിവിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് യാത്രകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു നൈറ്റ് ടൈമിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഇമോഷൻസ് കൂടെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് കണക്ട് ആവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫിയർ വന്നിട്ടുണ്ട്, അട്രാക്ഷൻ വന്നിട്ടുണ്ട്, ടൈമിംഗ് കാർഡ്, റീയൂണിയൻ ആണ്, ഡിസിഷൻസ് ആണ് വന്നിരിക്കുന്നത്, പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ലെറ്റിൻ ഗോ വന്നിട്ടുണ്ട്, കംഫർട്ട് സോൺ, റിലീസ്, ക്ലാരിറ്റി, ട്രൂത്ത്, അഗൈൻ റീയൂണിയൻ. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൊസ്റ്റാൾജി ആണ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഹീലിംഗ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി അവരുടെ ആ ഒരു മനസ്സിനെ തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ സ്വയമേ തന്നെ അത് മാറ്റാൻ തയ്യാറെടുക്കുകയാണ്. കാരണം അവർക്ക് ഇവിടെ ഒരു ഫിയർ, ഒരു ഭയം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരെ മറക്കില്ല, മറ്റൊന്നിലേക്കും പോകില്ല എന്നുള്ളതൊക്കെ. പക്ഷെ എങ്കിലും ഒരു ഭയം, എങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ എന്നൊരു ചിന്ത, ഒരുപാട് ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഓവർ തിങ്കിങ് ഒക്കെ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അവര് നിൽക്കുന്ന സിറ്റുവേഷൻ ഏത് രീതിയിലാണോ നിങ്ങളിൽ നിന്ന് മാറി പോയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ, ആ പോയിരിക്കുന്ന സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാനും അവിടെ പൂർണ്ണമായിട്ടും ഒരു അവസാനം ഉണ്ടാക്കി ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു റീകൺസിലേഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഒരു റീയൂണിയൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഈ ഒരു സമയം അവർക്ക് നൊസ്റ്റാൾജിയാണ്, നിങ്ങളുടെ ഓർമ്മകള് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ നമുക്കിവിടെ അട്രാക്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ, ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ ഭയങ്കരമായ ഒരു സന്തോഷം, അട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലും കിസ്സസ് ലവ് ആണ്, ഒരു അൺകണ്ടീഷണൽ ലവിങ് ആണ് വരുന്നത്. അവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ ഇമോഷൻസിനെ, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അട്രാക്ഷൻ ആണ്, നമുക്ക് ഒരുപാട് അട്രാക്ഷൻ എനർജി വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സന്റെ എനർജിയാണ്, ഒരു റൊമാൻസ് ഫീൽ ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഒരുപാട് വന്നിരിക്കുന്ന എനർജി ഭയങ്കരമായ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്.
അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രത്തോളം ഒരു റൊമാൻസ് കാര്യങ്ങളൊക്കെ എന്താ പറയാ പങ്കിട്ട് അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പൊ ആ ഒരു വ്യക്തി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, ഈ റൊമാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം തന്നെയാണത്, ആ ഒരു കെയറിങ് തന്നെയാണത്. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയം അവരുടെ മുമ്പിൽ അവർ കാണുന്നത് എല്ലാത്തിന്റെയും ഒരു അവസാനം സംഭവിച്ചിട്ട് ഒരു പുതിയ തുടക്കം, എന്ന് വെച്ചാൽ അവർ നിൽക്കുന്ന സിറ്റുവേഷന്റെ ഒരു അവസാനം സംഭവിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരേണ്ട ഒരു സമയം തന്നെയാണ്. അതിനുവേണ്ടി ആദ്യമേ തന്നെ സ്വന്തം മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം സ്വന്തം സോളിനെ ഒന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുവരിക, എനർജി ഇൻക്രീസ് ആക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാരിറ്റി ഇല്ലാതെ മനസ്സിൽ കിടക്കുന്ന തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു ഫോർഗീവ്നെസ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് അതിനെല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാനും നിങ്ങളിലേക്ക് സറണ്ടർ ആവുക. എന്ന് വെച്ചാൽ ഇവർ ഇതുവരെ നിങ്ങളിലേക്ക് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത്, ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഫോർഗീവ്നെസ്, ചെയ്തു പോയ കാര്യങ്ങളുടെ ഇമോഷൻസ്, ഏറ്റുപറച്ചിലുകൾ, അതൊന്നും ചെയ്യാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാ രീതിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് സറണ്ടർ ആവണം എന്നുള്ളത്. കാരണം നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. നിങ്ങളോട് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾ എത്രത്തോളം മാറിപ്പോവാൻ നോക്കിയാലും ഇവരായിട്ട് തന്നെ നിങ്ങളുടെ പുറകെ വന്ന് ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നവര്. എന്നാൽ പോകെ പോകെ ഇവരായിട്ട് പിന്നെ പതുക്കെ പതുക്കെ ബാക്കിലേക്ക് മാറി നിങ്ങളായിട്ടായിരിക്കും ഇവരുടെ പുറകെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വീണ്ടും ആ ഒരു കാലചക്രം എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു സൈക്കിളിലൂടെ കറങ്ങി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അവരായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുപോലെ അവരുടെ ഒരു കംഫർട്ട് സോൺ ആണ് നിങ്ങൾ എന്നുള്ള രീതിക്കാണ് അവരിപ്പോ കാണുന്നത്. അവരുടെ എല്ലാ ഇമോഷൻസും, സങ്കടം ആയിക്കൊള്ളട്ടെ, ദേഷ്യം ആയിക്കൊള്ളട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അത്രത്തോളം ഫ്രീഡം ഉള്ള ഒരു വ്യക്തികൾ അവരുടെ ലൈഫിൽ ആരാണ് എന്നൊരു ചിന്ത അവർക്കിപ്പോ വരുമ്പോ അവിടെ ആദ്യം തെളിഞ്ഞു വരുന്ന മുഖം നിങ്ങളുടേതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ അവർക്ക് വരുമ്പോഴാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു വേദന അവർക്ക് വരുന്നത്. സ്വയം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്ത വരുന്നത്. അതോടൊപ്പം ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ ഒരു അട്രാക്ഷൻ വന്നു തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് തന്ന യൂണിവേഴ്സിന് അവർ ഈ ഒരു സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന സമയമാണ്. എന്ന് വെച്ചാൽ അവർ സ്വയം ചിന്തിക്കുന്നുണ്ട് അവരുടെ കംഫർട്ട് സോൺ ആണല്ലോ നിങ്ങളെ കണ്ടുമുട്ടിയത്, അവരുടെ ഭാഗ്യമാണല്ലോ എന്നുള്ള രീതിക്ക്. അപ്പൊ ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അതെല്ലാം പൂർണ്ണമായും നിങ്ങളോട് തുറന്നു പറഞ്ഞ് സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സോൾ കണക്ഷൻ വീണ്ടും കൊണ്ടുവരണം. ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ് അത് വീണ്ടും കൊണ്ടുവന്ന് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് എല്ലാ രീതിക്കും ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകണം. ഒരു ട്രാൻസ്ഫർമേഷൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് അവരുടെ ഒരു ഇമോഷൻസ് ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ കാണുന്നവരാണ്. അവരുടെ ഒരു ലൈഫിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അവർ തന്നെയാണ് നിങ്ങൾ എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഏത് രീതിയിൽ മാറി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും നമുക്കിവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു എനർജി വെച്ചിട്ട് അവരിപ്പോ നിങ്ങളോട് ഭയങ്കരമായിട്ട് അടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് സ്വയമേ അവർ വിശ്വസിക്കുകയാണ്. ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങളെ ഭയങ്കര ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു പേഴ്സൺ ആയിരിക്കില്ല. ചിലപ്പോ വേദനിപ്പിച്ച് കടന്നു പോയിട്ടുണ്ട്, പക്ഷെ ഭയങ്കരമായ ഒരു ചീറ്റിംഗ് എന്നുള്ള രീതിക്കല്ല ഇവിടെ വരുന്നത്. എങ്കിലും നീതിപൂർവം അല്ലാതെ സ്നേഹത്തിന്റെ കാര്യത്തില് അവര് നിങ്ങളോട് പ്രകടിപ്പിക്കേണ്ട സമയത്തൊന്നും സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അവരുടെ ഒരു ഈഗോയുടെ ഒക്കെ ഭാഗമായിട്ട് മാറിപ്പോയ വ്യക്തികളായിരിക്കാം. ഒരു സ്ട്രോങ് ചീറ്റിംഗ് എനർജി അല്ല നമുക്ക് കണക്ട് ആവുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, അങ്ങനെയാണ് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവർ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ്. നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.